പുതുയുഗ യാത്രയുടെ സമാപനത്തിനെത്തിയ രാഹുൽ ഗാന്ധി ഇന്നലെ വലിയ പ്രഖ്യാപനങ്ങളാണ് തിരുവനന്തപുരത്ത് നടത്തിപ്പോയത്. ധനമന്ത്രിയായ കെ എൻ ബാലഗോപാലിനോട് തന്നെ ചോദിക്കാം. വലിയ പ്രഖ്യാപനങ്ങൾ, തിരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുകയാണ്, വലിയ പ്രഖ്യാപനങ്ങളാണ് നടത്തിപ്പോയത്. ഒക്കെ നടപ്പാക്കാൻ കഴിയുമോ? എന്താണ് താങ്കളുടെ ഒരു കാഴ്ചപ്പാട്? പുതുയുഗ യാത്രയിൽ അദ്ദേഹം വന്നിട്ട് പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങൾ ജനങ്ങളാണത് വിലയിരുത്തേണ്ടത്. ജനങ്ങളത് വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണെന്ന് വെച്ചാൽ 18 മാസക്കാലം ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൊടുക്കാതിരുന്ന ആളുകൾ ഇപ്പോൾ ശമ്പള പരിഷ്കരണവും മറ്റ് ആനുകൂല്യങ്ങളും ഈ ഗവൺമെന്റ് പറയുമ്പോൾ അത് വളരെ അധികമാണ്, സംസ്ഥാനത്തെ കുഴപ്പത്തിലാക്കാനാണ് എന്ന് പറയുന്ന ആളുകളാണ് UDF. അവരുടെ നേതാവെന്ന നിലയിൽ ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് KSRTCയുടെ സൗജന്യ യാത്രയാണ്. KSRTC എന്ന് പറയുന്ന സംഭവം അവരുടെ കാലത്ത് കൃത്യമായി ഓടുന്നില്ലായിരുന്നു എന്നുള്ളത് കൃത്യമാണ്. അപ്പോൾ ഓടാത്ത ബസ്സിൽ സൗജന്യം കൊടുക്കും എന്ന് പറയുന്നതാണ് UDFന്റെ കാലത്ത് ചെയ്യുന്നതെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇവിടെ പെൻഷൻ, പെൻഷൻ ഉൾപ്പെടെ KSRTC ജീവനക്കാരുടെ പെൻഷൻ ഉൾപ്പെടെ കൃത്യമായി ഓരോ മാസവും സംസ്ഥാന സർക്കാർ 73 കോടി രൂപ കൊടുത്തിട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. ശമ്പളം കൊടുക്കാൻ ഓരോ മാസവും ഇപ്പോഴത്തെ സ്ഥിതിയിൽ 50 കോടി രൂപ വെച്ച് സംസ്ഥാന സർക്കാർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന ഒരു സർക്കാർ എന്ന നിലയിൽ ഇപ്പോൾ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ള നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സാമൂഹ്യക്ഷേമ പെൻഷനും സ്ത്രീ സുരക്ഷാ പദ്ധതി 30 ലക്ഷം പേർക്കാണ്, ഇപ്പോൾ 10 ലക്ഷം പേർക്കേ കൊടുത്തു തുടങ്ങിയിട്ടുള്ളൂ. ആപ്ലിക്കേഷൻ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് 1000 രൂപ വെച്ചാണ് മാസം. ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി കൊടുക്കുന്നതാണ്. ആ കൊടുക്കുന്ന പദ്ധതിയുടെ കാര്യമാണ്. ഇതിപ്പോൾ എന്തും നമുക്ക് സ്വപ്നം കാണാം, പറയാം, പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നടപ്പിലാക്കേണ്ട എന്നുള്ള തരത്തിലാണ് UDF ഇതിനെ കാണുന്നതെന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഇത്രയും കാലം ക്ഷേമ പെൻഷൻ കൊടുത്തിരുന്നില്ല. അവർ ഭരിച്ച സമയത്ത് പെൻഷനൂടെ പിന്നീട് വന്ന ഒന്നാം പിണറായി സർക്കാരാണ് കൊടുത്തിരുന്നത്, കാര്യമായിട്ട് കൊടുത്തത്. എല്ലാ മേഖലയിലും അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് ഒരു വലിയ ചർച്ച ജനങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടാവും തോന്നില്ല. കാരണം ഒരിക്കലും കൃത്യമായി വാക്കുപാലിക്കാത്ത ഒരു മുന്നണി എന്ന നിലയിൽ UDFന് ആ പേരെന്നല്ല, ആ പേര് ദോഷം നേരത്തെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് തന്നെ ആവർത്തിക്കുന്നുള്ളതുകൊണ്ട് അവർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവർ തന്നെ ഗൗരവമായിട്ട് എടുക്കുന്നില്ല. പണ്ട് ഏതോ കേന്ദ്ര നേതാക്കന്മാർ, ഇവരുടെ ഒരു വലതുപക്ഷ കേന്ദ്ര നേതാവ് പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പിന് പ്രഖ്യാപിക്കാനുള്ളതാണല്ലോ മാനിഫെസ്റ്റോ, നടപ്പിലാക്കാനുള്ളതല്ല എന്ന് പറഞ്ഞ പോലെ. ഞാൻ പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ പ്രത്യേകത എന്താ, ഞങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പറയാറുള്ളത്, പറയുന്ന കാര്യങ്ങൾ ചെയ്യും. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ പറ്റി എല്ലാവർക്കും വിശ്വാസമുണ്ട്. ഇപ്പോൾ ധനകാര്യ വകുപ്പിനെ സംബന്ധിച്ച് നേരത്തെ എത്രയോ വലിയ ബുദ്ധിമുട്ടുകളിൽ കൂടിയാണ് കടന്നുപോയത്. പക്ഷേ കൃത്യമായി ആ കാര്യങ്ങൾ എത്തിക്കാൻ ഓരോ സമയത്തും കേന്ദ്രം നമുക്ക് വലിയ ഫണ്ട് വെട്ടിക്കുറച്ചു. അതിനെ ഒക്കെ പ്രായോഗികമായി കണ്ട് മറികടക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. ഇത് ഒറ്റ ഘട്ടത്തിലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടിനെതിരെ ശക്തമായി ഓപ്പണായിട്ട് വരാൻ കേരളത്തിലെ കോൺഗ്രസും UDFും തയ്യാറായിട്ടില്ല. അപ്പോൾ അങ്ങനൊരു ഘട്ടത്തിൽ നമ്മളല്ലാതെ വേറെ ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റ് ഇത്രയും മറികടന്ന് പോകുന്നുണ്ടോ എന്നുള്ളതും കൂടി ആലോചിക്കണം. എന്തായിരിക്കും സാമ്പത്തിക സ്ഥിതി എന്നുള്ളതല്ല പ്രശ്നം, ഇവർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യമല്ല പറയുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.